Divisional Accountant Officer Important Question Discussion Chapter 8 Part 4 കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി. അപ്പം നമ്മൾ ഈ പാർട്ടിൽ നോക്കുന്നത് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനിയെ പറ്റിയാണ്. അപ്പം നമുക്ക് എന്താണ് ആദ്യമായി കോസ്റ്റ് ബുക്ക് എന്ന് നോക്കണം. കോസ്റ്റ് ബുക്ക് എന്താന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡ് തന്നെയാണ്. കോസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ റെക്കോർഡ് തന്നെയാണ്. അതൊരു അക്കൗണ്ടിങ് സിസ്റ്റമാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബുക്ക് തന്നെയാണ് എന്ത് കോസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ റെക്കോർഡ് ക്ലാസിഫൈ ആൻഡ് അനാലിസിസ്. നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന് വേണ്ടി ഉണ്ടാകുന്ന കോസ്റ്റുകൾ റെക്കോർഡ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും അനലൈസ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കോസ്റ്റ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ ബിസിനസ് ടു ട്രാക്ക് ദ എക്സ്പെൻസസ് ആൻഡ് ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ എന്താണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെയും ബിസിനസ്സിൻ്റെ എക്സ്പെൻസസിനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കോസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കോസ്റ്റ് ബുക്ക് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനീസിനെ പറ്റി പഠിക്കാം. കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 39. കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ comes together to work on mines or lodes. They divided their money into shares that can be bought and sold without asking other members. അപ്പോൾ എന്താണ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി എന്ന് പറയുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ്. അവരെന്ത് ചെയ്യാണ്? കം ടുഗദർ ടു വർക്ക്, ജോലി ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് കിട്ടുന്ന വേതനം അല്ലെങ്കിൽ മണി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദേ ഡിവൈഡഡ് ദെയർ മണി ഇൻറ്റു ഷെയർസ്. മണിയെ എന്താക്കി മാറ്റുന്നുണ്ട്? ഷെയർസ് ആക്കി മാറ്റുന്നുണ്ട്. ദാറ്റ് ക്യാൻ ബി ബ്രോട്ട് ആൻഡ് സോൾഡ് വിത്തൗട്ട് ആസ്കിങ് അതർ മെമ്പേഴ്സ്. അപ്പം ഒരു അവർക്ക് കിട്ടുന്ന ഷെയർസ് അവരെന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് മെമ്പേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാതെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? സോൾഡ് ഔട്ട് ചെയ്യുകയും അത് വെച്ചിട്ട് അവർ ട്രാൻസാക്ഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 പേര് ചേർന്നുള്ളൊരു ഗ്രൂപ്പാണെന്ന് വെച്ചോ. ഗ്രൂപ്പ് അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്നു. അപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ 10 പേർക്കും കൂടെ ഒരു എമൗണ്ട് മണി കൊടുക്കുന്നു. ആ മണി അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഷെയറാക്കി. ഇപ്പം 10,000 രൂപയാണ് 10 പേർക്ക് കിട്ടിയെങ്കിൽ അവർക്ക് ഒരാൾക്ക് 1000 രൂപ ഷെയർ വെച്ച് ഒരാൾക്ക് 1000 രൂപ ഷെയർ. അപ്പം ആ ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്ത് അവർക്ക് കിട്ടുന്ന ഷെയർ മറ്റ് മെമ്പേഴ്സിൻ്റെ അനുവാദമില്ലാതെ സോൾഡ് വിത്തൗട്ട് ആസ്കിങ് അതർ മെമ്പേഴ്സ്. അപ്പം അങ്ങനെയുള്ള കമ്പനീസാണ് എന്ത് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി എന്ന് പറയുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ, ദ പേഴ്സൺ ഇൻ ചാർജ് ഓർ മൈനിങ് മാനേജിങ് ദ മൈൻസ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? പേഴ്സർ എന്നാണ് പറയുന്നത്. പേഴ്സർ. അപ്പം എന്താണ് ഇതിനെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ മാനേജ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടാവും, ഒരു മെയിൻ ആൾ. അപ്പോൾ ആ ആളെ വിളിക്കുന്ന പേരെന്താണ്? പേഴ്സർ എന്നാണ് വിളിക്കുന്നത്. പേഴ്സർ. അപ്പം പേഴ്സൺ ഇൻ ചാർജ് ഓഫ് മൈനിങ് മാനേജിങ് ദ മൈനിങ് ഈസ് കോൾഡ് പേഴ്സർ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? കോസ്റ്റ് ബുക്ക് മൈനിങ് എന്താണെന്ന് പഠിച്ചു. കോസ്റ്റ് ബുക്ക് മൈനിങ് മെയിനായിട്ട് വരുന്നത് ഷിപ്പിംഗ് കമ്പനീസിലൊക്കെയാണ് കൂടുതലും കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനീസ് വരുന്നത്. ഇപ്പോൾ ഒരു ഷിപ്പ് ഒരു ലോഡ് സാധനമായിട്ട് പോവുകയാണ്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറേ വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ വർക്കേഴ്സിൻ്റെ മെയിനായിട്ട് നമുക്ക് ഒരാളെ നമ്മൾ നിയമിക്കും. ആ ആളെ പറയുന്ന ആ വർക്കെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി ആ ആളെ പറയുന്ന പേരെന്താണ്? പേഴ്സർ എന്നാണ്. ഇപ്പോൾ എ പേഴ്സൺ ഓൺ ദ ഷിപ്പിംഗ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പം ആ പേഴ്സർ എന്ന് പറഞ്ഞ ആളായിരിക്കും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഫോർ ദ ഹാൻഡിലിംഗ് ഓഫ് മണി ഓൺ ദ ബോർഡ്. അപ്പം ആ ഒരു ഷിപ്പ് നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നവരെ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് മണിയൊക്കെ ഉണ്ടാവും. അതൊക്കെ മാനേജ് ചെയ്യുന്ന പേഴ്സൺ ആരായിരിക്കും? ഈ പേഴ്സർ എന്ന് പറഞ്ഞ ആളായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 41. എക്സാമ്പിൾസ് ഓഫ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി. കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനിക്ക് എക്സാമ്പിൾസ്: എ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് may form a cost book mining company to work on gold mining. Each investors would own a certain number of shares in the company, and the profit from the mining is distributed among the shareholders based on their ownership percentage. The ownership percentage.
അപ്പം എന്താണ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനിയുടെ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരെന്താണ് ആ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ചേർന്ന് ഒരു കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ജോലി എന്താണ്? ഗോൾഡ് മൈനിങ് ആണ്. സ്വർണം ഖനനം ചെയ്തെടുക്കുന്ന ജോലിയാണ്. അപ്പോൾ ഈച്ച് ഇൻവെസ്റ്റേഴ്സ് വുഡ് ഓൺ ദെയർ സെർട്ടൺ മെമ്പർ ഓഫ് ഷെയർസ് ഇൻ ദ കമ്പനി. അപ്പോൾ ഈ ഓരോ മെമ്പേഴ്സ്, ഇപ്പോൾ 10 പേര് ചേർന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ് ആ വർക്ക് ചെയ്യുന്നതെങ്കിൽ 10 പേർക്കും എന്താണ്? ഒരു സർട്ടൺ മെമ്പർഷിപ്പ് ഉണ്ട്, മെമ്പർഷിപ്പ് ഷെയർ ആ കമ്പനിയിലുണ്ട്. ആൻഡ് പ്രോഫിറ്റ് ഇൻ ദ മൈനിങ് കമ്പനി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഷെയർ ഹോൾഡേഴ്സ്. അപ്പം ആ ഗോൾഡ് മൈനിങ്ങിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് ആ 10 പേരും കൂടെ ചേർന്നായിരിക്കും എന്ത് ചെയ്തെടുക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്നത് ബേസ്ഡ് ഓൺ ദ ഓണർഷിപ്പ് പെർസെൻറ്റേജ്. അപ്പോൾ 10 പേര് ചേർന്നാണ് ആ ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞു. 10 പേര് എന്താണ്? ഒരു ഇനിഷ്യൽ ക്യാപിറ്റൽ ആ കമ്പനിയിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പം 10 പേരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പം ഒന്നാമത്തെ ആൾ 1000 രൂപ, രണ്ടാമത്തെ ആൾ 2000 രൂപ, മൂന്നാമത്തെ ആൾ 1000 രൂപ, അഞ്ചാമത്തെ ആൾ 500 രൂപ ഒക്കെ. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ ഷെയർ ഓഫ് പെർസെൻറ്റേജ്, ഓണർഷിപ്പിൻ്റെ പെർസെൻറ്റേജിലായിരിക്കും അവരുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈക്വലായിട്ടല്ല, എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ബേസ്ഡ് ഓൺ ദ ഓണർഷിപ്പ് പെർസെൻറ്റേജ്. ബേസ്ഡ് ഓൺ ദ ഓണർഷിപ്പ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പം അവർ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ഓണർഷിപ്പിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിസിലായിരിക്കും എന്ത് കൊടുക്കുന്നത്? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എക്സാമ്പിൾ ഫോർ കോസ്റ്റ് മൈനിങ് കമ്പനി എന്ന് പറയുന്നത്. കോസ്റ്റ് മൈനിങ് കമ്പനിക്ക് എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഗോൾഡ് മൈനിങ് കമ്പനിയുടെ കാര്യമാണ്. നെക്സ്റ്റ്, ദ പേഴ്സർ വുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദ ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ദി മൈനിങ്. അപ്പോൾ ഈ 10 പേരെ കൂട്ടത്തിൽ ഒരു മാനേജ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടാവും. ആ പേഴ്സണെ വിളിക്കുന്നതാണ് പേഴ്സർ. ആ പുള്ളിക്കാരനായിരിക്കും, ആ വ്യക്തിയായിരിക്കും ഇതിൻ്റെ എന്താണ്? ഫുൾ റെസ്പോൺസിബിലിറ്റി, ഡേ ടു ഡേ ഓപ്പറേഷൻസിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി പേഴ്സർ എന്ന് പറഞ്ഞ ആൾക്കായിരിക്കും. 42 സം ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ മൈനിങ്ങിൽ ഉണ്ടാകുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷണൽ കോസ്റ്റ്. ഒന്നാമത്തേത് ഓപ്പറേഷണൽ കോസ്റ്റ് എന്താണ്? ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് റെക്കറിങ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഓപ്പറേഷൻ ഓഫ് എ മൈനിങ്. അപ്പോൾ എന്താണ് റെക്കറിങ് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക? ആ എക്സ്പെൻസസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. അതിൻ്റെ ഓപ്പറേഷൻസ് നടക്കുന്ന ടൈമിലെല്ലാം റെക്കറിങ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഓപ്പറേഷൻ ഓഫ് മൈനിങ്, തുടർച്ചയായിട്ട് ഓപ്പറേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റാണ് എന്താണ്? റെക്കറിങ് ഇൻ നേച്ചർ ആയിരിക്കും. നെക്സ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ്. എന്താണ് ഡയറക്റ്റ് കോസ്റ്റ്? രണ്ടാമത്തേത് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡയറക്റ്റ്ലി ട്രാക്ക്ഡ് ടു എ പ്രോഡക്റ്റ് സച്ച് ആസ് ലേബർ ആൻഡ് ഡയറക്റ്റ് മെറ്റീരിയൽ. നമ്മൾ കഴിഞ്ഞ കോസ്റ്റിങ്ങിൻ്റെ ക്ലാസ്സിലൊക്കെ പഠിച്ചു ഡയറക്റ്റ് കോസ്റ്റ് എന്താണെന്ന്. നമുക്ക് ഒരു പ്രോഡക്റ്റിൽ നിന്നും ഡയറക്റ്റ്ലി ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്തൊക്കെയാണ് എക്സാമ്പിൾ? ലേബർ ഉണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് 3 കോസ്റ്റ് അലോക്കേഷൻ. മൂന്നാമത്തെ എന്താണ്? കോസ്റ്റ് അലോക്കേഷൻ. മൂന്നാമത്തെ ടേമാണ് കോസ്റ്റ് അലോക്കേഷൻ. കോസ്റ്റ് അലോക്കേഷൻ എന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് കോസ്റ്റ് അക്രോസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, പ്രോജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ്. In mining industry, cost allocation is a complex process that helps determine the profitability of different segments of a mining operation. അപ്പോൾ കോസ്റ്റ് അലോക്കേഷൻ എന്ന് വെച്ചാൽ ഓരോ പ്രോസസ്സിന് വേണ്ടി നമ്മൾ ഓരോ കോസ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ബഡ്ജറ്റ് ഇട്ട് വെക്കുക എന്നൊക്കെ പറയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ ഓരോ കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മൈനിങ് ഇൻഡസ്ട്രിയിൽ കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഹെൽപ്സ് ഡിറ്റർമിനിങ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഓഫ് ദി മൈനിങ് ഓപ്പറേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കതെന്തൊരു ഹെൽപ്പാണ്. എങ്ങനെയാണ് അത് ഹെൽപ്ഫുൾ ആവുന്നത്? ഓരോ സെഗ്മെൻറ്റ്സിലും നമുക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടാൻ, ഓരോ മൈനിങ് ഓപ്പറേഷൻസിലും നമുക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റബിലിറ്റി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് അലോക്കേഷൻ എന്ന് വെച്ചാൽ അതാണ്. നെക്സ്റ്റ് 4ാമത് ക്യാഷ് കോസ്റ്റ്. ക്യാഷ് കോസ്റ്റ് എന്താണ്? ദ പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ ഔട്ട്പുട്ട് യൂണിറ്റ് ഇൻ എ മൈനിങ് സൈറ്റ്. അപ്പോൾ എന്താണ്? ഒരു ഔട്ട്പുട്ടിൻ്റെ ദ പ്രൊഡക്ഷൻ കോസ്റ്റ് പെർ ഔട്ട്പുട്ട് യൂണിറ്റ് ഇൻ എ മൈൻ. അപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രൊഡക്ഷൻ കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം മൈനിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം മൈൻ ചെയ്തപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് ഗോൾഡ് കിട്ടി. അപ്പം ആ ഒരു ദിവസം പെർ യൂണിറ്റ്, അതിനെ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് ഒരു യൂണിറ്റ് എടുക്കാൻ വേണ്ടി എത്ര കോസ്റ്റ് ആയി, അതിനെ കൺവേർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ക്യാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കോപ്പർ മൈനിങ് ജനറേറ്റ് ഗോൾഡ്
ആസ് ബൈ പ്രോഡക്റ്റ് ദ വാല്യൂ ഓഫ് ഗോൾഡ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ കോപ്പർ ക്യാഷ് കോസ്റ്റ്. അപ്പോൾ എന്താണ് കോപ്പർ മൈനിങ് കോപ്പർ മൈനിങ് എന്ത് ചെയ്തു, ഗോൾഡ് ജനറേറ്റ് ചെയ്തു. അപ്പോൾ എന്താ വാല്യൂ ഓഫ് ഗോൾഡിൻ്റെ വാല്യൂ എന്താണ്, കൂടുതലാണ്, കോപ്പറിൻ്റെ വാല്യൂ കുറവാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്തു, ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് എന്തെന്ന് പറയുന്നത്, ക്യാഷ് കോസ്റ്റ് എന്ന് പറയുന്നത്, ക്യാഷ് കോസ്റ്റ്. നെക്സ്റ്റ് 41, വാട്ട് ഈസ് കോസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്നാണ് അടുത്ത ടേം പറയുന്നത്. കോസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി എഫിഷ്യൻസി ആൻഡ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഓഫ് മൈനിങ് ഓപ്പറേഷൻസ്. ഇറ്റ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് ടു മേക്ക് ഡിസിഷൻ പ്ലാൻ ആൻഡ് കൺട്രോൾ. അപ്പം കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ആ ബിസിനസ്സാണ്. അതെന്താണ്, അതിൻ്റെ എഫിഷ്യൻസി, ഒരു മൈനിങ് കമ്പനിയുടെ മൈനിങ് ഓപ്പറേഷൻ നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ കോസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യണം. അത് അതിൻ്റെ എഫിഷ്യൻസി ആൻഡ് എക്കണോമിക്സ് സസ്റ്റൈനബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റിന് എന്തെടുക്കാൻ പറ്റും, പ്രോപ്പറായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും, അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോസ്റ്റ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഡിസിഷൻ എടുക്കാൻ പറ്റും മാനേജ്മെൻറ്റിന്. സോ കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് ഒരു മൈനിങ് ഓപ്പറേഷണൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് 42, വാട്ട് യു മീൻ ബൈ യൂണിറ്റ് കോസ്റ്റ്. അപ്പോൾ എന്താണ് യൂണിറ്റ് കോസ്റ്റ്? ദ മെത്തേഡ് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് കോസ്റ്റ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് സച്ച് കോസ്റ്റ്. അപ്പോൾ എന്താണ് ഒരു മെത്തേഡ് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് കോസ്റ്റ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് സച്ച് കോസ്റ്റ്. ആ ഒരു പ്രൊഡക്ഷന് വേണ്ടി, അല്ലെ ആ ഒരു പ്രോഡക്റ്റിന് ഒരു യൂണിറ്റിലുണ്ടാവുന്ന ഔട്ട്പുട്ടിൽ നമുക്ക് എന്തൊക്കെ കോസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിനെയാണ് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. 43, യൂണിറ്റ് കോസ്റ്റ് ഈസ് അപ്ലൈഡ് ഇൻ ഇൻഡസ്ട്രീസ് ലൈക്ക് മൈനിങ്, കൊറീസ്, സിമൻറ്റ് വർക്ക്, ബ്രിക്സ് വർക്ക് എക്സെട്ര. അപ്പോൾ യൂണിറ്റ് കോസ്റ്റ് നമ്മൾ എവിടെയാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്? ഒരു മൈനിങ് കമ്പനിയിലെ കൊറീസ്, പാറ പൊട്ടിക്കുന്നിടത്ത്, സിമൻറ്റ് കമ്പനീസിൽ, പിന്നെ എവിടെയാണ് ബ്രിക്സ്, ചുടുകട്ടകളൊക്കെ ഉണ്ടാക്കുന്നിടത്താണ്. അപ്പോൾ അവിടെ ഒരു ചുടുകട്ടയ്ക്ക് എത്ര കോസ്റ്റായി എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിനാണ് യൂണിറ്റ് കോസ്റ്റ് മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം താഴെ പറഞ്ഞേക്കുന്ന ഇൻഡസ്ട്രീസിനായിട്ടാണ് നമ്മൾ എന്തിലോട്ട് പറയുന്നത്, യൂണിറ്റ് കോസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് 43, ദ യൂണിറ്റ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ as സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് സിൻസ് ദിസ് മെത്തേഡ് ഈസ് സസ്റ്റൈനബിൾ ഫോർ ദ ഇൻഡസ്ട്രീസ് വെയർ ദ മാനുഫാക്ചറിങ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് യൂണിറ്റ് ആർ ഐഡൻറ്റിറ്റിക്കൽ. അപ്പോൾ എന്താണ് യൂണിറ്റ് കോസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആ ഇൻഡസ്ട്രീസിൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ആൻഡ് യൂണിറ്റ് ആർ ഐഡൻറ്റിറ്റിക്കൽ. അപ്പോൾ ഓരോ യൂണിറ്റും നമുക്ക് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ യൂണിറ്റിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ യൂണിറ്റ് കോസ്റ്റിൻ്റെ മറ്റൊരു പേര് ഏതൊക്കെയാണ്? സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിങ്ങിനെ പറയുന്നതാണ് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ദിസ് മെത്തേഡ് ഈസ് സസ്റ്റൈനബിൾ ഫോർ ഇൻഡസ്ട്രീസ് വെയർ ദ മാനുഫാക്ചറിങ് ഈസ് കണ്ടിന്യൂസ്. മാനുഫാക്ചറിങ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ആൻഡ് യൂണിറ്റ് ആർ ഐഡൻറ്റിറ്റിക്കൽ. യൂണിറ്റ് എന്തായിരിക്കും? ഐഡൻറ്റിറ്റിക്കൽ ആയിരിക്കും. നെക്സ്റ്റ് 45, ഇൻ മൈനിങ് ഇൻഡസ്ട്രീസ് there is a natural or standard unit of cost. For example, ton of coal in collieries, പിന്നെന്താ പറഞ്ഞിരുന്നത്, ടൺ ഓഫ് സിമെൻറ്റ്സ് എക്സെട്ര. അപ്പോൾ ഈ ഇൻ മൈനിങ് ഇൻഡസ്ട്രീസിൽ അവരുടെ there is a natural and standard unit of cost ഉണ്ടാവും. അത് ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ്? ഒരു കോൾ മാനുഫാക്ചറിങ് കൊറീസിലും പിന്നെന്താണ് സിമൻ്റൊക്കെ ഇത്ര ടൺ സിമൻ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ ടൺ എന്ന് പറയുന്നത് എന്താണ്? ടൺസ് എന്നൊക്കെ പറയുന്നത് യൂണിറ്റാണ്. അപ്പോൾ യൂണിറ്റ് ഓഫ് കോസ്റ്റ് നമുക്ക് എന്താ സിമെൻറ്റിനൊക്കെ പറയുന്നത്? ടൺ എന്നാണ്. സോ ഇത്ര ടണ്ണിന് ഇത്ര കോസ്റ്റ് ആയി എന്നൊക്കെ പറയാൻ പറ്റും. എന്തുപയോഗിച്ചിട്ട്? നമുക്ക് അതൊരു നാച്ചുറൽ ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് കോസ്റ്റ് ഉണ്ട് ടൺ എന്ന് പറയുന്നത് മൈനിങ്ങിൽ, കോളിലും സിമെൻറ്റിലും ഒക്കെ.
പിന്നെന്താ, കൊളറീസ് എ കോൾ മൈനിങ് ആൻഡ് ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അസോസിയേറ്റഡ് വിത്ത്. അപ്പോൾ ആ കോൾ മൈനിങ്ങിൽ എന്തൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവർ യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങും എക്യുപ്മെൻറ്റ്സും എല്ലാം ഈ കൊളറീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോൾ കോൾ മൈൻ ചെയ്യുന്നിടത്ത് എന്താ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ കോസ്റ്റിൽ ഉൾപ്പെടും. ബിൽഡിങ്ങും എക്യുപ്മെൻറ്റ്സും ഒക്കെ അതിനകത്ത് ഉൾപ്പെടും. കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് ഉൾപ്പെടും. നെക്സ്റ്റ് 47, ദ കോസ്റ്റ് അക്കൗണ്ട് ടേക്ക് ദ ഫോം ഓഫ് കോസ്റ്റ് ഷീറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എ ഡിഫക്റ്റ് പീരീഡ്. അപ്പോൾ എന്താണ്, ദ കോസ്റ്റ് അക്കൗണ്ട് ടേക്ക് ദ ഫോം ഓഫ് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് അക്കൗണ്ട്സ് എന്താണ്, അവർ ആദ്യം കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും അതിൻ്റെ ഡിഫക്റ്റ് പീരീഡിൽ. ഡിഫക്റ്റ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫക്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അതിനൊരു കോൺട്രാക്റ്റ് കാണും. ഇപ്പം മൈൻ ചെയ്യാൻ വേണ്ടി ആ ഒരു പാറയുടെ അത് ഒരു 12 മാസം അല്ലെങ്കിൽ ഒരു 24 മാസം നമ്മളത് കോൺട്രാക്റ്റിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പീരീഡിനെ പറയുന്ന പേരാണ് എന്ത്, ഡിഫക്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പീരീഡിലേക്ക് നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു കോസ്റ്റ് ഷീറ്റ്, കോസ്റ്റ് അക്കൗണ്ടിൽ കോസ്റ്റ് ഷീറ്റോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് 48, ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഡ്യൂറിങ് എ given period by the number of unit producers during that period. അപ്പം നമുക്ക് ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെയാണത് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷനാണ് ആ ഒരു ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ എങ്ങനെയാണ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ, കോസ്റ്റ് പെർ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ, കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ, നമുക്കുണ്ടായ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കോസ്റ്റ്. PSC എക്സാംസിന് പ്രോബ്ലം ചോദിക്കാറുണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് കാണാനുള്ള. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. നെക്സ്റ്റ് 49, പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് മൈനിങ് കമ്പനി. അപ്പോൾ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്, കോസ്റ്റ് മൈനിങ് കമ്പനിയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നാണ്. ഒന്ന്, അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. അവരെന്ത് ചെയ്യണം, അവർ അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് നടത്തിയിരിക്കണം. അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ടാക്സ് പ്ലാനിങ് സ്ട്രാറ്റജീസ്, ടാക്സിനെ പറ്റിയുള്ള സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കണം. ആക്യുറേറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് സ്ട്രാറ്റജീസ് ടു മിനിമൈസ് ദ ടാക്സ് ബർഡൻ. അപ്പോൾ ടാക്സ് ബർഡൻ കുറയ്ക്കാൻ വേണ്ടി, കാരണം ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനൊക്കെ ടാക്സ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കണം അവരുടെ ടാക്സ് പേയ്മെൻറ്റിനെ പറ്റി, അതിൻ്റെ ബർഡൻ കുറയ്ക്കാൻ വേണ്ടി, അതിൻ്റെ ബാധ്യത കുറയ്ക്കാൻ വേണ്ടി പ്രോപ്പറായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം ടാക്സിനെ പറ്റി. 3, പേറോൾ സർവീസസ്. എന്താണ് ആഡ്വക്കേറ്റ് ബുക്ക് കീപ്പിംഗ്? പേറോൾ എന്ന് വെച്ചാൽ എന്താണ്, പേറോൾ സർവീസസ് ഇൻവോൾവ്സ് കളക്ഷൻ ഓഫ് വേജ് ആൻഡ് അവർ ഇൻഫർമേഷൻ ഫ്രം ദി എംപ്ലോയർ. അപ്പോൾ പേറോൾ സിസ്റ്റം ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പേറോൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ വർക്കേഴ്സിന് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയിക്ക് കൊടുക്കുന്ന വേജസ് പെർ അവറിൽ അല്ലെങ്കിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ, എത്ര മണിക്കൂർ വർക്ക് ചെയ്തപ്പോൾ ഇത്ര വേജ് കൊടുത്തു എന്നൊക്കെ ഉള്ളതിനൊരു ഷീറ്റ്, പേറോൾ ഷീറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ആഡ്വക്കേറ്റ് ആയിട്ട് ബുക്ക് കീപ്പ് ചെയ്തിരിക്കണം പേറോൾ സർവീസ്. 4, ക്യാഷ് ഫ്ലോ അനാലിസിസ്. ക്യാഷ് ഫ്ലോ നമ്മൾ മെയിനായിട്ട് അനലൈസ് ചെയ്തിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ചെക്ക് ദ ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് എ ഫേം ബൈ ക്യാഷ് ഫ്ലോ അനാലിസിസ് സർവീസസ്. എന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന ഇൻഫ്ലോ ഔട്ട്ഫ്ലോ, ക്യാഷിൽ ഇങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് പോകുന്നത് നമ്മൾ ഓവറോൾ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അതൊരു ഹെൽത്തി ആയിട്ട് പോവുള്ളൂ. ഹെൽത്ത് ഓഫ് ദി ഫേം എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടിരിക്കുകയാണ്, ക്യാഷ് ഫ്ലോയെ ബേസ് ചെയ്തിട്ടിരിക്കുകയാണ്. 5, ഡെറ്റ് റീസ്ട്രക്ചറിങ്. ഡെറ്റ് എന്ന് വെച്ചാൽ ടു റെഡ്യൂസ് ദ ഡെറ്റ് വിച്ച് റിസൾട്ടഡ് ഇൻ മോർ സ്റ്റെബിലിറ്റി, ക്രെഡിബിലിറ്റി ആൻഡ് ഇൻ ലിക്വിഡിറ്റി ഓഫ് ദ ബിസിനസ്. നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യവും ഡെറ്റിനെ എന്ത് ചെയ്യണം, റീകൺസ്ട്രക്ട് ചെയ്യണം അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യണം. എങ്കിൽ അങ്ങനെ റീസ്ട്രക്ചർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഡെറ്റ് കുറയും. ഡെറ്റ് കുറയുമ്പോൾ അത് കൂടുതൽ എന്ത് ചെയ്യും, സ്റ്റെബിലിറ്റി ഉണ്ടാവും, നമ്മുടെ കമ്പനിക്ക് ക്രെഡിബിലിറ്റി വർദ്ധിക്കും, ലിക്വിഡിറ്റി ഓഫ് ദ ബിസിനസ് കൂടും.
അപ്പം ഡെറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, റീസ്ട്രക്ചറിങ് ചെയ്യണം, നമ്മളൊന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്ത് അതിനെ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം ഡെറ്റിനെ. ആറാമത്തേത് ബഡ്ജറ്റ് ആൻഡ് ഫിനാൻഷ്യൽ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ എക്സ്പെൻസസ് ആൻഡ് റവന്യൂസ് ആണ്. നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ബഡ്ജറ്റൊക്കെ പ്രഖ്യാപിക്കത്തില്ലേ, എന്തിനു വേണ്ടിയാണ്, അതൊരു അടുത്ത ഒരു വർഷത്തേക്കുള്ള എന്താ എക്സ്പെൻസസിനെയും ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു എമൗണ്ടാണ്. സോ ഫ്യൂച്ചർ എക്സ്പെൻസസും റവന്യൂസിനെയും വേണ്ടി നമ്മൾ എന്ത് തയ്യാറാക്കണം, ബഡ്ജറ്റും ഫിനാൻഷ്യൽ പ്രോജക്ട്സുകളും ഈ കോസ്റ്റ് മൈനിങ് കമ്പനീസ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കിയത് കോസ്റ്റ് ബുക്ക് എന്താണ് കോസ്റ്റ് ബുക്ക്, അത് എന്താ മൈനിങ് കമ്പനീസ് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മൈനിങ് കമ്പനി, കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി എന്താണെന്ന് നോക്കി. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് കൂടി ചേർന്ന് നടത്തുന്ന ഒരു വേ ഓഫ് ഒരു ആക്ടിവിറ്റിയാണ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി എന്ന് പറയുന്നത്. മെയിനായിട്ട് മൈനിങ് ഗോൾഡ് മൈനിങ് അവരൊക്കെയാണ് കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇമ്പോർട്ടൻ്റ് ടേംസ് നമ്മൾ പഠിച്ചു. ഓപ്പറേഷണൽ കോസ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ് അലോക്കേഷൻ, ക്യാഷ് കോസ്റ്റ് ഒക്കെ പഠിച്ചു. പിന്നെ കോസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു. പെർ യൂണിറ്റ് കോസ്റ്റ് എന്താണെന്ന് പഠിച്ചു. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നെ ഒരു ഇക്വേഷൻ പഠിച്ചു, കോസ്റ്റ് പെർ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മളൊരു പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്, അവരുടെ ബുക്ക് കീപ്പിംഗ് പ്രിപ്പറേഷൻ, എന്തൊക്കെ ബുക്കുകളാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അക്കൗണ്ടിങ് ബുക്കുകളും ബുക്ക് കീപ്പിങ്ങും എല്ലാം അവർ ചെയ്യുന്നുണ്ട്. ടാക്സിന് വേണ്ടി പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പേറോൾ സർവീസസ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ഫ്ലോ നന്നായിട്ട് അനലൈസ് ചെയ്യണം. ഡെറ്റ് എന്ത് ചെയ്യണം, റീസ്ട്രക്ചർ ചെയ്യണം, റീകൺസ്ട്രക്റ്റ് ചെയ്യണം. പിന്നെ ബഡ്ജറ്റ് ഉണ്ടാക്കണം. ഫിനാൻഷ്യൽ പ്രോജക്റ്റുകൾ ഫ്യൂച്ചർ റവന്യൂവിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. താങ്ക് യു.